സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. 2 തിമോത്തിയോസ് അധ്യായം 2 വാക്യം 7. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 2 തിമോത്തിയോസ് 2 അധ്യായം 7 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് നൽകുന്ന പ്രബോധനം, ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുവാനാണ്. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ എന്ന് കൂട്ടിച്ചേർക്കുന്നു. നാം ജീവിക്കുന്ന ഈ തലമുറ അത്യാധുനിക ശാസ്ത്ര മികവ്, അതുപോലെ ജീവിത സാഹചര്യങ്ങൾ ഇവ സ്വന്തമാക്കുന്നതിനുള്ള തത്രപ്പാടിലെ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ്. നൈമിഷികമായതിനെ കൈവശപ്പെടുത്തുവാൻ ഇന്ന് ലോകം വെമ്പൽ കൊള്ളുകയാണ്. ഉയരത്തിലുള്ളതിനെ എത്തിപ്പിടിക്കുവാനുള്ള മത്സരങ്ങൾ ഇത് മനുഷ്യ ജീവിതത്തെ പലപ്പോഴും കലുഷിതമാക്കുന്നു. ദൈവ സൃഷ്ടി മുഴുവനും ഇതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്നു. ആഗോള വൽക്കരണത്തിനു വേണ്ടിയുള്ള മത്സരങ്ങൾ. ഒരു ദേശം ഒരു വസ്തു കണ്ടുപിടിക്കുമ്പോൾ തൊട്ടടുത്ത അയൽദേശം അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു വസ്തു കണ്ടുപിടിക്കുവാനുള്ള മത്സരം. ഇത് ഒരു ഉദാഹരണം മാത്രം. നന്മയ്ക്കും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിലും തിന്മയുടെ കറുത്ത മുഖം മറനീക്കി പുറത്തു വരുന്ന പല സംഭവങ്ങളാണ് നാം അനുദിനം ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ ശ്രവിക്കുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നവരുണ്ട്. വിധേയത നഷ്ടപ്പെട്ടു പോകുന്നു. സ്നേഹം ചൂഷണം ചെയ്യപ്പെടുന്നു. അവഗണനകൾ പെരുകുന്നു. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വേദനകൾ അനേകരെ നാശത്തിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്നു. മനുഷ്യ ജീവിതം നഷ്ടബോധത്തിലും കുറ്റബോധത്തിലും അവശേഷിക്കുന്നു. മത്സര ബുദ്ധി പെരുകുന്നു. മനുഷ്യൻ്റെ ജീവിതശൈലി ആകെ മാറിയിരിക്കുന്നു. അന്യായങ്ങൾ വർദ്ധിക്കുന്നു. അക്രമങ്ങൾ പെരുകുന്നു. അടിച്ചമർത്തലുകൾ ഇന്ന് സർവ്വസാധാരണയാണ്. വ്യക്തിഹത്യ, അതുപോലെ ഒരുവനെ ദോഷകരമായ പല ഫലങ്ങളിലേക്ക് നയിക്കുന്ന വാക്കുകൾ, പ്രവൃത്തികൾ. ഇങ്ങനെ പോകുന്നു ഇന്നത്തെ അവസ്ഥ. എന്താണ് ഇതിനെല്ലാം പരിഹാരം? തിരുവചനം നാം വായിച്ചു കേട്ട വേദഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുകയാണ്. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ഇന്ന് ലോകത്തിൽ കാണുന്നതും കേൾക്കുന്നതും നാം മനസ്സിലാക്കുന്നതും എല്ലാം
ഒരുപക്ഷേ ദൈവവചനത്തിന് വിരുദ്ധമായി എന്ന് കാണുമ്പോൾ അവിടെ നാം ചിന്തിച്ചു കൊള്ളുക, കർത്താവ് നമുക്ക് അതിനാണ് ബുദ്ധി നൽകിയിരിക്കുന്നത്. ദൈവഹിതം അറിയുവാനും കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കുവാനും നമുക്ക് നമ്മെ സമർപ്പിക്കാം. മുമ്പേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കാം. അതോടൊപ്പം ആവശ്യമായിരിക്കുന്നതൊക്കെ നമുക്ക് ലഭിക്കുമല്ലോ. ആമേൻ, ആമേൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.